ഇപ്പം എല്ലാവരും വിജയിയെ വിമർശിക്കുകയാണ്. ഒന്ന്, അദ്ദേഹം ഈ സ്പോട്ടിൽ വരുന്നില്ല, ആളുകളെ ചേർത്ത് പിടിക്കുന്നില്ല. പ്രശ്നം ഉണ്ടായപ്പോൾ അദ്ദേഹം പൊയ്ക്കളഞ്ഞു. പക്ഷെ നോക്കൂ, അപ്പുറത്തെ രാഷ്ട്രീയക്കാരെ നോക്കൂ, അവരെല്ലാവരും വന്ന് ഗ്രൗണ്ടിൽ നിൽക്കുകയാണ്. വിജയുടെ ഒരു ആരാധകൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഒരു നിരാശയില്ലേ ഷാഫി? ഒരു ചോദ്യം അതാണ്. രണ്ടാമത്തേത്, ഇത് ആഴ്ചകൾക്ക് മുൻപേ തീരുമാനിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. ആ പരിപാടിയിൽ അദ്ദേഹം 7 മണിക്കൂർ വൈകി വരിക എന്ന് വെച്ചാൽ മനഃപൂർവ്വമല്ലാത്ത വൈകലല്ലാതെ എന്താണ്? വേറെ ഒരു തിരക്കും അദ്ദേഹത്തിനുള്ളതായി നമുക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു കോൺവോയ് വന്നാൽ റോഡൊന്നും ആരും ബ്ലോക്ക് ചെയ്യാനും പോകുന്നില്ല. 6-7 മണിക്കൂർ വൈകി വരിക, ജനം, കുഞ്ഞുങ്ങൾ, കുട്ടികളടക്കമുള്ള ഗർഭിണികൾ മര്യാദയ്ക്ക് വെള്ളം പോലും കുടിക്കാൻ കിട്ടാതെ കാത്തു കിടന്ന് വലഞ്ഞു വീഴുക. ഇത് വിജയ് ഉണ്ടാക്കിയ ഒരു ദുരന്തമല്ലേ ഷാഫി? നിങ്ങൾക്കത് നോക്കുമ്പോൾ തോന്നുന്നില്ലേ? സാറിനെ സംസാരിക്കട്ടെ. അതായത് ഇപ്പോൾ സാറ് പറഞ്ഞു വിജയ് ഗർഭിണികളായ സ്ത്രീകൾ മരിച്ചു എന്ന് പറയുന്നത്. സാറ് ഞങ്ങൾ ഇറക്കിയ സർക്കിളിൽ, അതായത് വിജയ് സാർ അവിടെ നിന്ന് ഇറക്കിയ സർക്കിളിൽ പറഞ്ഞിട്ടുണ്ട്, ഗർഭിണികളോ കുട്ടികളോ പെണ്ണുങ്ങളോ ആരും വരാൻ പാടില്ല. മാക്സിമം നിങ്ങൾ വീട്ടിൽ ഇരുന്ന് തന്നെ ഇത് നോക്കുക. പിന്നെ വിജയ് ഫാൻസ് അല്ലെ വിജയോടുള്ള ആരാധന കൊണ്ടാണ് ഇവരെല്ലാം കൂടി വന്നത്. സാറ് പറഞ്ഞില്ലേ മുണ്ടും മടക്കി കുത്തി ഇതേപോലെ വെളിയിലിറങ്ങുമെന്ന്. നിങ്ങളെപ്പോലെ സംസാരിക്കാൻ എനിക്കറിയില്ല, എന്നാലും എനിക്കറിയാമെന്ന് പറഞ്ഞത്. ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്കും ഒരു നടൻ എന്ന നിലയ്ക്കും അദ്ദേഹം വന്നു ഇറങ്ങി അപ്പോൾ തന്നെ ഈ ജനക്കൂട്ടം നിയന്ത്രിക്കാൻ പോകണം. അവിടുത്തെ പോലീസിനും ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ കൂടി ഇദ്ദേഹം ഈ ജനങ്ങൾ വന്ന് വീണ് കിടക്കുന്നു പറഞ്ഞ് ഇനി ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും അവിടെ രൂക്ഷമാവില്ലേ സാർ ഉള്ളൂ. പോട്ടെ, ഇപ്പൊ ഇവിടെ അവിടെ ഈ ജനങ്ങൾ വീണ്ടും അങ്ങനെ എനിക്ക് മനസ്സിലായി. അദ്ദേഹം പെട്ടെന്ന് ചെന്നൈയിലേക്ക് പോയല്ലോ. ചെന്നൈയിലേക്ക് പെട്ടെന്ന് പോയി. അദ്ദേഹം ആ പ്രദേശത്ത് എവിടെയും ക്യാമ്പ് ചെയ്തില്ല. ഇപ്പൊ എവിടെ അദ്ദേഹം? ഹോസ്പിറ്റലിൽ വരണ്ടേ സാർ? ക്യാമ്പ് സാർ അതിന് ചോദിച്ചിട്ടുണ്ട് സാർ. അങ്ങ് കരൂരിൽ പോകാൻ വേണ്ടിയിട്ടും അവരെ ഈ ഇത് കാണാൻ വേണ്ടിയിട്ടും ചോദിച്ചിട്ടുണ്ട് സാർ. അത് നിയമ തടസ്സങ്ങളുണ്ടെന്നാണ് പറയുന്നത്. നിയമ തടസ്സം എന്താണത്? മുഖ്യമന്ത്രിക്ക് ഇല്ലാത്ത നിയമ തടസ്സം എന്തിനാണ് വിജയ്ക്ക്? ഇല്ല, അവിടെ അനുമതി കിട്ടി സാർ. അതാണ് ശരി, അത്രയും ഞാൻ മനസ്സിലാക്കി. വിജയ് അവിടേക്ക് വന്നാൽ രോഷം ഉണ്ടാവുന്നോ, വിജയ് അവിടേക്ക് വന്നാൽ വീണ്ടും ആരാധക കൂട്ടം വരുമെന്നോ, അതുണ്ടാക്കുന്ന പ്രശ്നവും ഞാൻ ചോദിച്ചതിന് ഒരു കാര്യം. ഇന്നത്തെ ലാൽകുമാർ പറയാണ്, ആഴ്ചകൾക്ക് മുൻപേ തീരുമാനിച്ച പരിപാടിയിൽ 6 മണിക്കൂർ വൈകി വരുന്നത് എന്തുകൊണ്ടായിരിക്കും സാർ? ഒരു സ്ഥലത്ത് പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് വന്നത്. വരുമ്പോഴുള്ള തിരക്കിനെ സാറിന് അറിയാം. ഈ വന്ന് കയറുമ്പോൾ തന്നെ വിജയ് സാർ ഇന്ന് ആ സ്റ്റേജിൽ നിന്ന് കയറിയെന്ന് പറയുന്നുമുണ്ട്. ഈ ആ ഹൈവേ നിങ്ങൾ അകത്ത് കയറാൻ വേണ്ടി വരാൻ വേണ്ടി പെട്ട പാട്, ഹൈവേയിൽ നിന്ന് അകത്ത് കയറി വരാണ്ട് അത് അവിടുത്തെ പോലീസുകാരെ സഹായിച്ചുകൊണ്ടാണ് ചെയ്തതെന്നുണ്ട്. ഇതിന്റെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ ഓരോരുത്തർ അവിടെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ എവിടെയെല്ലാം വലിയ റാലികൾ സംഘടിപ്പിക്കുന്നു, ഒരു ദിവസം എത്രയോ പരിപാടികൾ ഒറ്റയടിക്ക് നടത്തുന്നു. അവർക്കൊന്നും ഇല്ലാത്ത ഇതൊരു പ്ലാനിങ് ഇഷ്യൂ അല്ലേ ചോദിക്കാൻ ഞാൻ. ഒന്ന്, ഗർഭിണികളും കുട്ടികളും വരാൻ പാടില്ല എന്ന് നിങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. വരേണ്ടതാരാണ്? എത്ര പേർക്ക് വരാം? എത്ര പേർക്ക് അവിടെ നിൽക്കാം? ഇതൊക്കെ ആസൂത്രണം ചെയ്യാനല്ലേ താഴെ തട്ടിലൊരു സംഘടനാ സംവിധാനം ഉണ്ടാവേണ്ടത് ഷാഫി. അതൊന്നും അവിടെ ഇല്ല. നിങ്ങളവിടെ വിജയ് വീട്ടിലിരുന്ന് ഒരു ആഹ്വാനം നടത്തും, ആ ആഹ്വാനം കേട്ട ആളുകൾ വരണം വരാ. ഇതൊരു മെക്കാനിസം വേണ്ടേ? ബാക്കി എല്ലാ പാർട്ടികൾക്കും അതുണ്ട്. താഴെ തട്ടിൽ കമ്മിറ്റികൾ, ആ കമ്മിറ്റികളുടെ ഉത്തരവാദിത്തമുള്ള ആളുകളെ ഓരോ സ്ഥലത്തുനിന്നും കൊണ്ടുവരുന്നു. എത്ര പേർക്ക് വരാം, എത്ര പേർക്ക് വരാൻ കഴിയില്ല. ഇതിനൊന്നും നിങ്ങൾക്കൊരു കണക്കും തൊപ്പിയില്ല. വരരുതെന്ന് വിജയ് പറഞ്ഞു എന്നത്രേ, അങ്ങനെ മതിയോ? അപ്പം നിങ്ങൾക്ക് സംവിധാനമില്ല. വിജയ് വരുന്നു, ആൾ കൂടുന്നു, അല്ലാതെ പാർട്ടിയില്ല എന്നല്ലേ മനസ്സിലാക്കണ്ടേ സാർ? പാർട്ടി കൊണ്ട് അദ്ദേഹത്തിനെ അംഗീകരിക്കുന്നതുകൊണ്ടല്ലേ സാർ ഇത്ര ആളുകൾ വരുന്നത്? പാർട്ടി കൊണ്ട് ആളുകളെ അംഗീകരിക്കുന്നതുകൊണ്ടാണ് ഇത്ര ആൾക്കാർ വരുന്നത്. പിന്നെ രണ്ടാമത്തെ സൈഡ് വിക്രമാണ്ടിയിലും മധുരയിലും 2 മാനാട് നടത്തി. 10 ലക്ഷം 15 ലക്ഷം 20 ലക്ഷം രൂപ അടുപ്പിച്ച് വരെ ആൾക്കാരുകൾ വന്നിരുന്നു. അവിടെ ഒന്നും ഉണ്ടാത്ത തിക്കും തിരക്കാണ് ഇപ്പോൾ ഇവിടെ നിന്ന് കരൂരിൽ നടന്നത്. അത് എന്തുമാത്രം ഇടുങ്ങിയ സ്ഥലത്താണ് വെച്ച് നടന്നതെന്ന് അറിയാം സാർ. ഞങ്ങൾ ചോദിച്ച സ്ഥലങ്ങളുമല്ല തന്നത്. കിട്ടിയ സ്ഥലത്ത് പറ്റുന്ന ആളുകളെ വെച്ചല്ലേ പരിപാടി നടത്തുന്നത്. കിട്ടിയ സ്ഥലം ഏതായാലും ഞങ്ങൾ 1 ലക്ഷം വരെ കൊണ്ടുവരും നിങ്ങളങ്ങ് തീരുമാനിക്കാൻ മതിയോ? നിങ്ങൾ എന്തിനാ 1 ലക്ഷം വരെ കൊണ്ടുവന്നത് സാർ? ഞങ്ങൾ ഹലോ ഷാഫി, ഞാൻ ചോദിക്കുന്നത് അവിടെ വന്നിട്ടുള്ള ആളുകളുടെ എണ്ണത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്, വേറെ ആർക്കുമല്ല. നിങ്ങളുടെ പാർട്ടിക്കാരായിട്ടുള്ള ആളുകളാണ് വന്നതെന്ന് നിങ്ങൾ പറയുന്നത്. ഇവിടെ CPIM ഒരു പരിപാടി സംഘടിപ്പിച്ചാൽ ആ പരിപാടിയിൽ എത്ര പേർ പങ്കെടുക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഉത്തരവാദിത്വം CPIM-നാണ്. കോൺഗ്രസ് സംഘടിപ്പിച്ചാൽ അവർക്കാണ് ഉത്തരവാദിത്വം, അവരെ ഏൽക്കണം. കാരണം അവരൊരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ആളുകളെ കൊണ്ടുവരിക. ഒരു സ്ഥലത്ത് ഇത്ര പേർ പങ്കെടുക്കണം, ഇത്ര ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഇന്ന സോണിൽ പങ്കെടുക്കണം, ഇത്ര ഏരിയ കമ്മിറ്റിയിൽ നിന്നുള്ള ആളുകൾ പങ്കെടുക്കണം, ഇത്ര ജില്ലാ കമ്മിറ്റിയിൽ നിന്നുള്ള ആളുകൾ പങ്കെടുക്കണം എന്നതിനൊക്കെ വ്യവസ്ഥയുണ്ട്. ഈ വ്യവസ്ഥ നിങ്ങൾക്കില്ലേന്ന് ചോദിക്കുക.
സാർ ഉണ്ട് സാറ്. സാർ ഇപ്പോൾ പറഞ്ഞില്ലേ നടന്നത് പാർട്ടി പ്രവർത്തകരും അതേപോലെ തന്നെ വിജയ് എന്നൊരു നടനെ കാണാൻ വേണ്ടി വന്ന ആൾക്കാരുകളുണ്ട്. ഈ പറഞ്ഞ പോലെ ഗർഭിണിയായ സ്ത്രീകളും അമ്മ കുഞ്ഞുങ്ങളും എല്ലാവരും വരുന്നുണ്ട് സാർ. മനസ്സിലായില്ലേ സാർ? അപ്പം നമുക്ക് വരണ്ട എന്ന് പറയാൻ പറ്റുമോ? ഒന്ന് വരണ്ട എന്ന് ഇത് കൊടുത്ത് അത് ഞങ്ങൾ നോട്ടീസിൽ നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടും പറഞ്ഞിട്ടും ഉള്ളതാണ്. ശരി, അപ്പോൾ ഇനിയിപ്പോൾ എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത്? തീർച്ചയായിട്ടും അവരുടെ കുടുംബത്തിനൊപ്പം നമ്മളുണ്ട് സാർ. അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ഞങ്ങൾ കൂടെ തന്നെ കാണുന്നത്.